ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ സന്ധ്യ സമയത്ത് ഇത് എങ്ങനെയാണ് പോണേന്ന് വെച്ചാൽ ചാലിശ്ശേരി പൂരാണ് നാളെ. ഇപ്പോൾ തലേ ദിവസത്തെ ഗംഭീര പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് എടുത്ത മാങ്ങയാണ്, കണ്ടിട്ട് കൊതിയായി. പിന്നെ എല്ലാവരുടെ വീട്ടിലത്തെ മാങ്ങയായ കാരണം നമ്മൾ പൊട്ടിക്കാനൊന്നും നിന്നില്ല. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. ഈ തലേ ദിവസത്തെ പരിപാടിക്ക് വാണിയം എന്നാണ് കേട്ടോ ഞാൻ പറയാറ്. കുറച്ച് പേര് വാണിയം എന്ന് പറയും, കുറച്ച് പേര് വാണിഭം എന്ന് പറയും. വാണിഭം മറ്റേതല്ലേ അപ്പം ഞാൻ എന്തായാലും വാണിയം എന്നാണ് പറയണത്. അപ്പോൾ അതെ, ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം. പൂരത്തിൻ്റെ അന്ന് പൊതുവേ പോകാറില്ല. ഈ സംഭവത്തിന് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2-3 വർഷമൊക്കെ ആയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് അമ്പലത്തിലെ തിരക്കാണ് ഈ കാണുന്നത്. സമയം ഏകദേശം 7 മണി 7:30 അടുത്തായിട്ടുണ്ട്. അമ്പലത്തിൽ അസാധ്യ തിരക്കായിരുന്നു. പിന്നെ കൂടെ ഉള്ളവരൊക്കെ വഴിപാട് കഴിക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിൽ നിൽക്കുകയാണ്. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും നല്ല രീതിയിൽ തൊഴാൻ പറ്റിയിട്ടോ. നമ്മളൊക്കെ കയറി തൊഴുതിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടെങ്കിലും കൂടിയിട്ട് നന്നായിട്ട് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഇങ്ങനെ 3 സ്ഥലത്തിൻ്റെ മൂലഭാഗം കൂടിയ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഈ 3 സ്ഥലത്തത്തെ ആൾക്കാരുടെയും പൂരം വരുന്നത് ഇതാണ്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടാകും. കുറേ ആനകളും അതുപോലെ തന്നെ നല്ല എന്താ പറയുക, അത്രയും തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു മിനി വേർഷൻ എന്നൊക്കെ പറയാം. അത്രയും തിരക്കുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ടുണ്ട്. ഇത് ഒരു വഴിപാടാണ് കേട്ടോ. തവിട് തുളിക്കുക എന്ന് പറയും. അപ്പം നമ്മൾ അത് അച്ഛനും അമ്മ ഞാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ വീഡിയോ എടുക്കാൻ അച്ഛനും അമ്മയ്ക്കും വീഡിയോ എടുത്തു തരാനൊന്നും അറിയില്ല. അപ്പം ഞാൻ അവരുടെയൊക്കെ വീഡിയോസ് എടുത്തു. അപ്പോൾ തവിട് തുളിക്കലൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴത്ത് ഒരു അമ്പലം കൂടി ഉണ്ട്. ദുർഗാദേവിയുടെ അമ്പലം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ദേവീനെ തൊഴുതിട്ട് നമ്മൾ അവിടുത്തെ അമ്പലത്തിലും കൂടി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നാൽ അവിടെയും പോകണം എന്നാണ് പറയുക. അങ്ങനെ അമ്മയും അച്ഛനും തവിടൊക്കെ തുളിച്ച് നമ്മളിതേ താഴത്തെ അമ്പലത്തിൽ പോയി തൊഴുതു വന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാടകം കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നേ. അച്ഛന് നാടകം കഴിക്കണമെന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛതാ ക്യൂ നിന്നിട്ട് നാടകം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ പാവക്കൂത്തിൻ്റെ ഒരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമാണ് ഈ സംഭവം കാണുന്നത്. എനിക്ക് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അതിൻ്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം തന്നെ എനിക്ക് വൻ ബോറടി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ചെറുപ്പക്കാർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ഈ പാവക്കൂത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ദശാവതാരത്തിലെ മറ്റേ മുകുന്ദ പാട്ടൊക്കെ അതിലുണ്ടല്ലോ ഈ പാവക്കൂത്ത്. ഞാൻ അങ്ങനെയൊക്കെയാണ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് പോയത്. പക്ഷേ ഇതിൻ്റെ ഐതിഹ്യം എന്ന് അറിയാതെ എനിക്ക് വലിയ ഇതൊന്നും പിടികിട്ടിയില്ല. പിന്നെ ബോറടി ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെയൊക്കെ തൊഴുതിട്ട് നാടകമൊക്കെ കഴിപ്പിച്ച് ഞങ്ങൾ കറങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരുപാട് സമയമാവും കേട്ടോ. അപ്പോൾ 7:30-8 മണി ആ ഒരു സമയമായിട്ടേ ഉള്ളൂ. ഇനി ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരു 11 മണി 12 മണി എന്തായാലും ആവും. അപ്പോൾ പലഹാരങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. കുറേ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് വീഡിയോ എടുത്ത് നടക്കാൻ പറ്റിയില്ല. ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് അങ്ങോട്ട് തട്ടുക ഇങ്ങോട്ട് തട്ടുക അങ്ങനെയായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കുറേ നടന്ന് ക്ഷീണിച്ചിട്ട് ഞങ്ങൾ കൂട്ടം തെറ്റി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ വാങ്ങി തിന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ചില്ലി ഗോബി, അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലേവറും സ്ട്രോബെറിയുടെ ഫ്ലേവറും ഉള്ളൊരു കുലുക്കി സർബത്തും കഴിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് വീണ്ടും കറങ്ങാൻ പോയി. ചട്ടി, പാത്രങ്ങൾ, അതുപോലെ തന്നെ ബാഗുകൾ, പിന്നെ പ്ലേറ്റുകൾ, അതുപോലെ മീനുകൾ, ഉണക്കമീൻ, പച്ചമീൻ, പിന്നെ പച്ചക്കറികൾ, മാങ്ങ, പിന്നെ ടോയ്സ്, അങ്ങനെ എല്ലാ സംഗതികളും, എണ്ണകൾ, ചെരുപ്പുകൾ, തുണികൾ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും കേട്ടോ ഈ ഒരു പരിപാടിക്ക്. അപ്പോൾ കുറേ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മീനിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. മീനിൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് മാത്രമല്ല, തുറന്നിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറണത്. ചിലർക്ക് കാണാൻ പോലും പറ്റണില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ കൂടി എടുക്കുമ്പോൾ ചിലരുടെ മുഖമൊക്കെ കാണണമായിരുന്നു. എന്നാലും ഞാൻ ചെറുതായിട്ടൊക്കെ കയറി വീഡിയോ എടുത്തു. വലിയ സ്രാവുകളെന്നൊക്കെ മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കുറേ പേര് മേടിക്കുന്നുണ്ട്, കുറേ പേര് മേടിക്കണില്ല. പകുതി പേരൊക്കെ മേടിക്കുന്നുണ്ട്. 3/4 ആൾക്കാർ മേടിക്കണില്ല പറഞ്ഞ പോലെ
കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഉണക്കമീൻ്റെ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ടാവും. സംഗതി ഡബിൾ വിലയായിരിക്കും. അതുകൊണ്ട് കുറേ പേരൊന്നും മേടിക്കില്ല. കാണാനായിട്ട് വരികയാണ് എല്ലാവരും. അപ്പോൾ നമ്മളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഒരു ചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ജീവനുള്ള ഈ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇതിന് കണ്ണമീൻ എന്നാണ് പറയുക. ചില സ്ഥലത്ത് ബ്രാല് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് മേടിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കയറിയിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. സ്രാവ് എനിക്ക് വലിയ ഇഷ്ടമില്ല. സംഗതി എനിക്കത്ര അങ്ങോട്ട് ഓക്കെ അല്ല സ്രാവ്. വേറെയുള്ള മീനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. മീനിൻ്റെ അവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാസ്കൊക്കെ ഇട്ടെടുത്തിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ കുട്ടികളേനും പിന്നെ നമ്മുടെ ബാഗ് ഫോണെല്ലാം ശ്രദ്ധിക്കുക. പോയി കഴിഞ്ഞാൽ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഈ ഒരു ചട്ടി വിൽക്കണ മാവിൻ്റെ അടുത്ത് അമ്മ ഒരു ചട്ടി എടുത്തിട്ടുണ്ടായിരുന്നേ. വീട്ടിലുള്ള ചട്ടിക്ക് ഓട്ടയുണ്ട്. അപ്പോൾ കറി വെക്കാൻ ചട്ടി ഉണ്ടായിരുന്നില്ല. കുക്കറിലാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മളൊരു ചട്ടി മേടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മൊത്തം കറങ്ങി ഏകദേശം ഒരു 11:30 ആകുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഭാഗ്യത്തിനൊരു ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ ഓട്ടോയിൽ പോവാണ്. കുറേ പേര് ഇപ്പോഴാണ് കേട്ടോ അങ്ങനെ പൂരപ്പറമ്പിലേക്ക് വരണത്. പിന്നെ നമ്മുടെ റൈഡും കാര്യങ്ങളൊന്നും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അത് പൂരത്തിൻ്റെ അന്നാണ് ഇത്ര ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് കേട്ടു. നമ്മൾ പൂരത്തിൻ്റെ അന്ന് എന്തായാലും പോവാറില്ല. തലേ ദിവസമൊക്കെ റൈഡ് ഉണ്ടാവാറുണ്ട്. യന്ത്രൂഞ്ഞാലും മരണക്കിണർ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം കറണ്ട് കൊടുത്തില്ല എന്നൊക്കെയാണ് ആ ഓട്ടോ മാമൻ പറഞ്ഞത്. അപ്പം നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും റൈഡൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല തിരക്ക് എന്നാലും ഉണ്ടായിരുന്നു. എന്നാലും റൈഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി തിരക്കുണ്ടാവും. പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.